നേരം പരപരാന്ന് വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മുറ്റമൊക്കെ അടിച്ച് വാരി നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. അപ്പോൾ ഇന്നലെ ഞാൻ മുറ്റം അടിച്ച് വാരിയില്ലായിരുന്നു കേട്ടോ, പുറകുവശം മുൻവശം മാത്രം അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ചെറിയ കുക്കിങ്, ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാം. എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വാരി നല്ല വൃത്തിയായിട്ട് കുടിവെള്ളമൊക്കെ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ടക്കറിക്കുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സോസ് പാനിൽ മുട്ടയൊന്ന് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും വെന്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഞാനൊന്ന് പല്ലൊക്കെ തേച്ച് വന്ന് വൃത്തിയായി പുട്ടുണ്ടാക്കാൻ തുടങ്ങുവാണ്. അപ്പം നമ്മൾക്കിന്ന് പുട്ടും മുട്ടക്കറിയും വെക്കാം. ഒരു കുറ്റി പുട്ടിന് എൻ്റെ കൈക്ക് 2 പിടി പുട്ടുപൊടിയാണ് ഞാൻ എടുക്കാറുള്ളത്. അങ്ങനെ അളന്നെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പുട്ടിന് കുഴച്ച് റെഡിയാക്കി വരുമ്പോഴത്തേക്കും ഒരു കുറ്റി കണക്കാവും. അങ്ങനെ ഞാനിവിടെ പുട്ടിന് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിവാങ്കുഞ്ഞ് എഴുന്നേൽക്കാനുള്ള സമയമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അങ്ങനെ പുട്ട് ഓരോന്ന് ചുട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നിവാങ്കുഞ്ഞ് ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ആൾക്ക് ഇച്ചിരി ചിണുക്കവും കരച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിന്ന് പ്രധാനമായിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണം കേട്ടോ. കാരണം എനിക്കൊരു ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു കുഞ്ഞ് ചുണ്ടലി വന്നൊന്ന് മാന്തിയതാണ് കേട്ടോ. മാന്തിയിട്ട് മുറിഞ്ഞൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ കിരണ്ടിയിട്ട് അങ്ങ് പോയി ഉറക്കത്തിൽ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡോസാണ് ഇന്ന്. അപ്പോൾ അതിന് വേണ്ടി പോകണം. അപ്പോൾ നേരത്തെ എല്ലാ ജോലിയും തീർത്തിട്ട് ഹോസ്പിറ്റലിൽ പോകണം. നിവാങ്കുഞ്ഞിനെ അംഗൻവാടിയിലൊക്കെ വിട്ടേച്ച് വേണം പോകാൻ കേട്ടോ. അപ്പോൾ നിവാങ്കുഞ്ഞ് അവിടെ ഇരുന്ന് ഓരോരോ പണി ചെയ്യുന്നുണ്ട്. ഫോർക്ക് എടുക്കും, സ്പൂൺ എടുക്കും, എന്നിട്ട് അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കും. അവിടെ ഇരുന്ന് കറി ഉണ്ടാക്കും. അതൊക്കെയാണ് അവൻ്റെ ജോലി. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ കാപ്പിക്കുള്ളതൊക്കെ റെഡിയാക്കുവാണ് കേട്ടോ. അപ്പോൾ പുട്ട് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടക്കറി വെക്കാം. അപ്പോൾ മുട്ട നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ചായിരുന്നേ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഡ്രസ്സൊക്കെ മാറിയൊന്ന് ദേഹം മാത്രം കഴുകിയായിരുന്നു കേട്ടോ. ഇന്ന് തല നനയ്ക്കുന്നില്ല. കാരണം ഡെയിലി തല നനച്ചിട്ട് എൻ്റെ മുടി ഊരിപ്പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കാരണം ഞാൻ ഡെയിലി തല നനയ്ക്കൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും മുടിയൊന്ന് കെയർ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറിക്കുള്ള മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് തക്കാളി അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, ഇതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ സവാളയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള ഇട്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെന്താണ് ചിക്കൻ മസാല, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, അത്രയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഈ മസാല. എന്നിട്ട് തുറന്നിട്ട് നമുക്ക് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാപ്പി കുടിക്കാം കേട്ടോ. അപ്പോൾ നിവാങ്കുഞ്ഞിനുള്ള മുട്ട ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അവനത് കറിക്കകത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ മുട്ട കഴിക്കില്ല. അത് കാരണം ഞാൻ മാറ്റി വെച്ചേ. അങ്ങനെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് നിവാങ്കുഞ്ഞിനെ കൊണ്ടേ ആക്കി തിരിച്ച് വന്നിട്ട് പിന്നെ ക്ലീനിങ് ഒക്കെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം അടിച്ചു വാരിയിട്ട് ഞാൻ റൂമും അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ. തുടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ടത്തിന് പോകണം. അപ്പം ദേഹം നേരത്തെ ഞാൻ കഴുകിയതായിരുന്നു. പിന്നെ വന്നിട്ട് കുളിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്, പെട്ടെന്ന് മുട്ടത്തിന് പോയിട്ട് വരാമെന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോൾ എല്ലാം വൃത്തിയായിട്ടൊന്ന് തുടച്ചിട്ട് കുറച്ച് പാത്രം ഇരിപ്പുണ്ടായിരുന്നു കഴുകാൻ, അതും കൂടി ഒന്ന് കഴുകി വെച്ചിട്ട് ഇന്നലെ അലക്കിയ കുറച്ച് തുണിയും കൂടെ വിരിച്ചിടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പകൽ വെയിൽ കുറവാണ്. ഇവിടെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ നല്ല തണുപ്പാണ്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാണെങ്കിലും നല്ല തണുപ്പ് ഫീൽ ചെയ്തു കേട്ടോ മുറ്റത്തേക്ക് കയറിയപ്പം. അപ്പം ഉള്ള വെയിലത്ത് അത് കിടന്ന് ഉറങ്ങട്ടെ എന്ന് ഓർത്തുകൊണ്ട് രാവിലെ തന്നെ തുണി അങ്ങ് വിരിച്ചിട്ടു കേട്ടോ. അപ്പോൾ തുണിയൊക്കെ വിരിച്ചിടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കാന്താരി അവിടെ നിൽപ്പുണ്ട്. ഇനി അതിലൊരു കാന്താരിയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ആകെ 3-4 എണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ഈ വെള്ളക്കാന്താരിയിൽ. അത് പറിച്ചെടുത്തു. ഇനി ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അത് വിത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടേ. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്ന് ഒരുങ്ങാൻ തുടങ്ങി കേട്ടോ. മുഖത്ത് ഞാൻ പൗഡറൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ, ക്രീം മാത്രം. മോയ്സ്ചറൈസറായിട്ട് പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. നേരത്തെ സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ സൺസ്ക്രീനും ഉപയോഗിക്കാറില്ല. പിന്നെ പൗഡറും ഇടാറില്ല കേട്ടോ. എനിക്ക് പൗഡർ ഇടുന്നത് എന്താണോ ഇഷ്ടമില്ല. പിന്നെ കണ്ണെഴുതും, ലിപ്സ്റ്റിക്കും ഇടും. ലിപ്സ്റ്റിക്ക് എനിക്ക് ഇടുന്നത് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്ത് നമ്മുടെ ഷീറ്റൊക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങുവാണ്. അപ്പം 3 ഡോസ് എടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ലാസ്റ്റ് ഡോസാണ്. ഇതിന് നല്ല വേദനയാണ് കേട്ടോ. 2 കൈയിലും ഓരോന്ന് വീതം എടുക്കണം.
കുത്തിവെക്കാൻ ചെല്ലുമ്പോഴത്തേക്കും നമ്മളുടെ കൂടെ ആരെങ്കിലും വേണം കേട്ടോ. എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ട് ഞാൻ പോയി കുത്തിവെച്ചിട്ട് വരും. അങ്ങനെ എല്ലാം റെഡിയായി എടുത്തു വെച്ചു കേട്ടോ. പിന്നെ എന്താണ് ഞാനീ തപ്പിക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയോ തപ്പുന്നുണ്ട്. പൈസയാണെന്ന് തോന്നുന്നു തപ്പുന്നത്, വണ്ടിക്കൂലിയാണ് നോക്കുന്നത്. പിന്നെ ചീട്ടൊക്കെ എടുത്ത് അടുക്കി വെക്കുന്നുണ്ട്. അന്നേരം നോക്കിയപ്പോഴാണ് ഒരു പണയത്തിൻ്റെ രസീത് കണ്ടത്. അതേപടി എടുത്ത് തിരിച്ചു വെച്ചു കേട്ടോ. കാറൊക്കെ വെട്ടി തൊണ്ട തെളിച്ചു. നമ്മുടെ തൊണ്ടൊക്കെ തെളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഒരു ഓട്ടോയും വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. പക്ഷേ കുത്തിവെക്കാനാ ചേച്ചി, ഒന്ന് ഡോക്ടറെ കയറി കണ്ടോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ചേച്ചിമാർ കയറിക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോരാൻ പറ്റി. അങ്ങനെ തിരിച്ചു പോരുന്ന വഴിക്ക് ഞാനാണെങ്കിൽ സ്ഥിരം കയറുന്നൊരു ബേക്കറി ഉണ്ട്. നമ്മളുടെ മുട്ടത്ത് ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് സ്ഥിരം കയറുന്നൊരു ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് ഒരു പത്തിരിയും കഴിച്ചു, ഒരു നാരങ്ങ വെള്ളവും കൂടെ കുടിച്ചു കേട്ടോ. പിന്നെ ടൗണിലൊക്കെ പോകുമ്പോൾ നിവാങ്കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാനൊരു ബുക്ക് മേടിക്കാറുണ്ട് കേട്ടോ. എന്തെങ്കിലും ബുക്ക് മേടിക്കും. ഇടയ്ക്ക് അവനെ വായിച്ചു കൊടുക്കാനും അവനത് ഒത്തിരി ഇഷ്ടമാണ്, അങ്ങനെ വായിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു കളിക്കുടുക്ക മേടിച്ചു. പിന്നെ കുറച്ച് പച്ചക്കറി വിത്ത് മേടിച്ചു കേട്ടോ. ഇത് നമ്മുടെ ചകിരി കമ്പോസ്റ്റ് അല്ല, ചകിരിച്ചോറാണ് കേട്ടോ. നമുക്ക് വിത്തൊക്കെ പാകാൻ വേണ്ടിയിട്ട് മണ്ണും ചകിരിച്ചോറും ഒരേ അളവിലെടുത്ത് ഇട്ടിട്ടാണ് നമ്മൾ വിത്ത് പാകുന്നത്. അപ്പം വിത്ത് പാകാൻ വേണ്ടിയിട്ട് ചകിരിച്ചോറും മേടിച്ചു. പിന്നെ നേരത്തെ മേടിച്ച കുറച്ച് തൈകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 1-2 വഴുതനയുടെയും പയറിൻ്റെ തൈയൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും നിവാങ്കുഞ്ഞും കൂടി ആ തൈക്കൊക്കെ വെള്ളം ഒഴിച്ചു. മുട്ടത്തിൽ നിന്ന് വന്ന വഴിക്ക് ഞാൻ കുറച്ച് പത്തിരി, പിന്നെ സുഗിയൻ, അങ്ങനെ 2-3 ഐറ്റംസൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം അതുകൂട്ടി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നിവാങ്കുഞ്ഞിന് ഒരു പഴം പുഴുങ്ങിയിട്ട് അത് വാട്ടി കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു കിസ്മിസ് ഇട്ട് വറുത്തെടുത്തു. എന്നിട്ട് പുഴുങ്ങിയ പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങായും ചിരണ്ടിയിട്ടു. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ വാട്ടിയെടുക്കണം. ഇതിനെന്താ പേര് പറയുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിവാങ്കുഞ്ഞിന് ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവനത് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നിവാങ്കുഞ്ഞിന് കൊടുക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തൊടുപുഴയ്ക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്കും വാങ്ങിക്കൊണ്ട് വന്ന നെല്ലിക്ക ഒന്ന് അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റണം. തൽക്കാലം കുപ്പിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ചോറ്റുപാത്രത്തിലേക്കാണ് മാറ്റിയത്. കുറച്ച് അച്ചാറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒരു സ്റ്റീലിൻ്റെ ചോറ്റുപാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇന്ന് രാത്രിക്ക് ഉണക്കമീനാണ് കേട്ടോ കറി. അപ്പോൾ ചാച്ചായിയാണ് ഉണക്കമീൻ കറി വെച്ചത്. ഉണക്കമീൻ കറിയുടെ ഫുൾ റെസിപ്പി നമുക്ക് പിന്നീട് ഒരു ദിവസം ചെയ്യാമേ. അപ്പോൾ നമ്മളുടെ ഐസ്ക്രീം സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രീസറിൽ വെച്ചിട്ടില്ലായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം. അപ്പോൾ അതെടുത്ത് കുറച്ച് ഞാൻ നിവാങ്കുഞ്ഞിനും കൊടുത്തു, ഞങ്ങൾ കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഉണക്കമീൻ കറി ഏകദേശം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെണ്ടങ്കപ്പ പുഴുങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയിൽ കുറച്ച് ചെണ്ടങ്കപ്പ പുഴുങ്ങിയതും ഉണക്കമീൻ കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല നല്ല വിശേഷങ്ങളും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.